നമ്മുടെ ചെക്ക് ഔട്ട് ടൈം. സോ ഞങ്ങൾ ഇന്ന് മിക്കാഫിൽ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെയാണ് എൻ്റെ മോളുടെ ടെസ്റ്റിംഗ് സെൻറ്റർ. അപ്പോൾ അവളെ കൊണ്ട് ടെസ്റ്റിന് വിട്ടിട്ട് ഞങ്ങൾ അവളുടെ ടെസ്റ്റ് കഴിയുന്നവരെ ഇതിലെങ്കിലും നടക്കാനാണ് പ്ലാൻ. അപ്പം നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ബസ് എടുത്തു. ആ സെയിം ട്രാമ്പ് എടുത്തേക്കുമാണ് ഈ മിക്കാഫിലേക്ക് പോകാനായിട്ട്. നമുക്ക് അരമണിക്കൂർ ദൂരമാണ് ഉള്ളത്. സാധാരണ ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ എപ്പോഴും ഈ സ്റ്റോപ്പിലാണ് ഇറങ്ങാറ്. കാര്യം ഇവിടെ നിന്നാണ് അത് കഴിഞ്ഞ് സൂറിക്കിനുള്ള ട്രെയിൻ എടുക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും പോകുവാണ്. അതാണ് നമുക്ക് പോകാനുള്ള സ്റ്റേഷൻ. സോ നമ്മൾ ട്രാമ്പയിൽ നിന്ന് ഇറങ്ങി സ്റ്റേഷൻ. ഇങ്ങോട്ട് അടുത്തു. ഞങ്ങൾ മോളെ ഡ്രോപ്പ് ചെയ്തു, എന്നിട്ട് തിരിച്ചു പോകുവാണ്. എന്തെങ്കിലും ലഞ്ചാണ് ആദ്യം നോക്കുന്നത് ഞങ്ങൾ ഏതായാലും. പിന്നെയും അവർക്ക് വേണ്ട ഫുഡ് സ്റ്റോർ. സോ ഞങ്ങൾ ഇവിടെ ഒരു തായ് റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പം ഇന്നെന്നാൽ അവിടെ കയറാമെന്ന് ഓർത്തു. സോ ഞങ്ങൾക്ക് ആ തായ് റെസ്റ്റോറൻറ്റ് ആർക്കും ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഇതിൽ നടക്കുവാണ്. വേറെ എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഷോപ്പിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എന്നോർത്ത് നടക്കുന്നു. ഇതിപ്പം നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് താല്പര്യം ഉണ്ടാകില്ല ഇത് കാണാൻ. കാര്യം ആരും ഇങ്ങനെ ഇവിടെ വന്ന് ഒരു ടെസ്റ്റ് എടുക്കേണ്ട സാഹചര്യം വരാൻ സാധ്യത കുറവാണല്ലോ. പക്ഷേ എങ്കിലും ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് ഞാൻ ഇതും കൂടെ ആഡ് ചെയ്യുന്നു. എന്തോ ഇൻഡസ്ട്രിയൽ ഏരിയയാണ് ഇവിടെ. സോ ഞങ്ങൾ ഇവിടെ ഒരു പിസ്സ പ്ലേസ് കണ്ടായിരുന്നു ആദ്യം. അതുകൊണ്ട് അങ്ങോട്ട് തന്നെ പോകാമെന്ന് വെച്ചു. അവിടെ തായ് റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ സാധാരണ US കിട്ടാറുള്ള ഐറ്റംസ് അവിടെ ഇല്ല. അപ്പൊ പിന്നെ ആർക്കും പുതിയ ഐറ്റം ട്രൈ ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് എന്നാ പിസ്സ എന്ന് വെച്ചു. ഇതാണ് ഞാൻ മേടിച്ചത്. അവരുടെ എന്തോ ഒരു സ്പെഷ്യലാണ് അത് മേടിച്ചത്. പിസ്സയാണ്. അപ്പം ഞങ്ങൾ തിരിച്ച് ആ സെയിം ബസ് സ്റ്റോപ്പിലേക്ക് വന്നു. ഞങ്ങൾ അവിടെ നിന്ന് കയറി ടെസ്റ്റിംഗ് സെന്ററിൽ നിന്ന് തിരിച്ച് വീണ്ടും നമ്മുടെ ഹോട്ടലുള്ള സ്പ്രൈറ്റ് ആൻഡ് ബ്ലാക്കിലേക്ക് തിരിച്ചു പോയി.
സോ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യുന്ന ആണ് കാണുന്നത്. ഞങ്ങൾ ഈ ട്രിപ്പിന് വേണ്ടി പുതിയ ലഗേജ് ബാഗുകൾ മേടിച്ചായിരുന്നു. കാര്യം നല്ല വീലല്ലെങ്കിൽ അത് പാടാണ്. അവളോട് പീച്ച കളയാൻ പറഞ്ഞിട്ട് അവൾക്ക് പീച്ച പിന്നെ കഴിക്കാൻ വേണം. അതായി പീച്ചയൊക്കെ പിടിച്ചുകൊണ്ട് പാടുകൊണ്ട് നടക്കുന്നത്. ഞങ്ങൾ ട്രാമ്പേന്ന് ഇറങ്ങി. കുറച്ച് ദൂരം നടക്കാനുണ്ട് നമ്മുടെ ട്രെയിൻ കിട്ടാനായിട്ട്. എന്നിട്ടാണ് സൂറിക്കിലേക്ക് പോകുന്നത്. നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നു തുടങ്ങി. അപ്പം നമ്മളിവിടെ ഇപ്പം ഗൈറ്റക്കോണിലാണ്. ഇവിടുന്ന് സൂറിക്കിലേക്കാണ് ഇനി പോകുന്നത്. ഇഷ്ടംപോലെ ബാഗുകളുണ്ട് കേട്ടാൻ. ഈ ട്രാൻസാക്ഷൻ വളരെ ഈസി ആയിരുന്നു. കാര്യം ഒട്ടും ആളുകളും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ലഗേജ് എല്ലാം സുഖമായിട്ട് വയ്ക്കാൻ പറ്റി. ഇത് പക്ഷേ ഒരു ഷോർട്ട് ട്രിപ്പാണെന്ന് മാത്രം. സൂറിക്കിൽ ചെന്ന് ഇറങ്ങണമല്ലോ ഇനി ഉടനെ തന്നെ. ഞങ്ങളിവിടെ ഗൈറ്റക്കോണിൽ നിന്നും സൂറിക്കിലേക്ക് പോവുകയാണ്. 15 മിനിറ്റ്സേ ഉള്ളൂ. സോ പിള്ളേർക്ക് ബാഗും കൊണ്ട് എസ്കലേറ്ററിൽ കയറാൻ ഇച്ചിരി പാടായിരുന്നു. ഇവിടെ ഞങ്ങൾ എലിവേറ്റർ കണ്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം കുറച്ച് ബാഗ് മുകളിലേക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ വീണ്ടും താഴത്തേക്ക് പോയേക്കോ പിള്ളേരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അവർക്ക് ആ വലിയ ബാഗ് എസ്കലേറ്ററിലേക്ക് വലിച്ച് കയറ്റാൻ ഇച്ചിരി പാടായിരുന്നു. അടുത്ത് കയറി വരുന്നത് കാണാം. അപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഇനി നമുക്ക് ലുസേണിനുള്ള ട്രെയിനാണ് വേണ്ടത്. പക്ഷെ അതിനു മുമ്പ് മോളുടെ ടെസ്റ്റ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങളിത് ഇരിക്കാനായിട്ട് ഒരു സ്ഥലം കണ്ടു. അപ്പം ഇവിടെ ലഗേജുമായിട്ട് വന്ന് കുറച്ച് നേരം ഇനി ഇവിടെ വെയിറ്റ് ചെയ്യണം മോളുടെ ടെസ്റ്റ് തീരുന്നവരെ. സോ ഞങ്ങൾ ബാഗുകളെല്ലാം ഇവിടെ വെച്ചു. അത് കഴിഞ്ഞ് ഞാനും ഒരു മോളും കൂടെ ഇവിടെ ഇരിക്കുവാണ്. മറ്റ് 2 പേര് അവരിതിലെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നടക്കുന്നു. ഇനി മൂത്ത മോളുടെ ടെസ്റ്റ് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് അവിടെ ചെന്ന് അവളെ പിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങ് വരും. അല്ലെങ്കിൽ ഈ ബാഗും കൊണ്ട് നമുക്ക് എല്ലായിടത്തോടെ നടക്കാൻ ഇച്ചിരി പാടാം. പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യും. കൊച്ചിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് കാര്യം നമുക്ക് ട്രെയിൻ എപ്പോഴും ഉണ്ട് ലുസേണിന് പോകാൻ. അതുകൊണ്ട് ടെസ്റ്റ് എപ്പോൾ കഴിയുന്നോ അത് കഴിഞ്ഞ് നമ്മൾ ലുസേണിനുള്ള ട്രെയിനിൽ കയറി പോകും.
നമ്മൾ ഇറങ്ങി. ഇനി കുറച്ച് ദൂരം നടക്കാനുണ്ട്. എന്നിട്ടാണ് നമുക്ക് ട്രാം എടുക്കേണ്ടത്. നമ്മളിപ്പം ലുസേൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ട്രാം എടുത്തു. ക്വീൻസിലേക്ക് പോകാൻ നമുക്ക് 15 മിനിറ്റ്സിൽ കൂടുതലുണ്ട്. നമ്മൾ നടക്കുവാണ് ഹോട്ടലിലേക്ക്. ഇച്ചിരി ദൂരേ ഉള്ളൂ. പക്ഷേ ഈ ട്രിപ്പുകൾക്ക് വരുമ്പം യൂറോപ്പ് ട്രിപ്പ് എടുത്താൽ ഇനിയിത്തെ പ്രാവശ്യം ഞങ്ങൾ വലിയ ബാഗ് കൊണ്ടുവരില്ല. ചെറിയ ബാഗാണ് നമുക്ക് സൗകര്യം കൊണ്ടുവരാനായിട്ട്. വലിയ ലഗേജ് ബാഗ് കൊണ്ടുവന്നാൽ അത് ട്രെയിനിൽ വയ്ക്കാനും കയറ്റാനും എല്ലാം പാടാണ്. നല്ല രസമാണ് ഈ സൈഡിൽ കൂടെയുള്ള ഈ പൂക്കളും എല്ലാം കാണാൻ. ഇവിടെ അടുത്തുള്ള ഈ കൊച്ചു കൊച്ചു വീടുകൾ കാണാൻ നല്ല രസമുണ്ട്. ക്വീൻസിലേക്ക് വരുന്നു. കുറച്ചുകൂടെ ദൂരം നടക്കാനുണ്ട്. ഞങ്ങളിത് നടന്നുകൊണ്ടിരിക്കുന്നു. ഓൾറൈറ്റ്, നമുക്ക് എത്തേണ്ടടുത്ത് ഇതാ വന്നു. അപ്പം നല്ലതാണ്. ഇതാണ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന ഹോളിഡേ ഇന്നില് 2 റൂം എടുത്തിട്ടുണ്ട്. കാര്യമെങ്കിലാണല്ലോ പിള്ളേർക്ക് നമ്മുടെ പറ്റുള്ളൂ. സൗകര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഇതാണ് നമുക്ക് കിട്ടിയ 2ാമത്തെ റൂം. ഇവിടെ ആവശ്യത്തിന് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ബാത്റൂം, ഇത് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ കുറച്ച് ഒരു ഗ്യാസ് സ്റ്റേഷനുണ്ട്, ഷെൽ ഗ്യാസ് സ്റ്റേഷനുണ്ട്, മെക്ഡൊണാൾഡ്സ് ഉണ്ട്. നമുക്ക് ഇറങ്ങി നടക്കാനൊക്കെ നല്ല രസം തോന്നുന്ന ഏരിയയാണ്. പക്ഷെ ഹോട്ടൽ റൂം ഇവിടെ കിട്ടിയത് ചെറുതാണ്. നമുക്ക് മറ്റേതായിരുന്നു കൂടുതൽ ഇഷ്ടമായത്, ഹിൽട്ടൺ ആയിരുന്നു കൂടുതൽ ഇഷ്ടം. നമ്മളിപ്പോൾ ഇവിടെ ഹോളിഡേ ഇന്നിൽ ഹിൽട്ടണിലായതിൻ്റെ ഡബിൾ പ്രൈസ് കൊടുത്താണ് നിൽക്കുന്നത്. പക്ഷെ മറ്റേതായിരുന്നു കൂടുതൽ നല്ലത്. ഇപ്പം ഞങ്ങൾ മിക്കവാറും ഒന്നുകിൽ മെക്ഡൊണാൾഡ്സ്
അല്ലെങ്കിൽ സബ്വേ, അങ്ങനെ ഇവിടെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അവിടുന്ന് എന്തെങ്കിലും കഴിക്കാൻ പോകുന്നത്. ഇവിടെ പുറത്തിരിക്കാനെല്ലാം ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. സോ ഞങ്ങൾ മെക്ഡൊണാൾഡ്സിൽ നിന്ന് ഡിന്നർ കഴിച്ചു. അത് കഴിഞ്ഞ് വെറുതെ ഇതിലൊന്നും നടക്കുമെന്ന്, ചുമ്മാ ഈ ടൗൺ ഒന്ന് കാണാനായിട്ട്. ഞങ്ങളിത് നടന്ന് ആ ക്രീംസ് അവിടെയായിരുന്നു നമ്മൾ വന്നിറങ്ങിയത്. അവിടെ വരെ ചുമ്മാ വീണ്ടും നടന്നു പോന്നു. എപ്പോഴും ഇവിടെ വന്നാൽ ഇങ്ങനെ സമയം ഉണ്ടായിരിക്കും, ഏത് സമയത്താണ് ട്രെയിൻ വരുന്നത് എന്നല്ല.